നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അന്താരാഷ്ട്ര, ദേശീയ, പ്രാദേശിക തലങ്ങളിൽ ഒരാഴ്ച നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ പരാമർശിക്കുന്ന വിജ്ഞാനാധിഷ്ഠിത പരിപാടിയാണിത്. ഈ കഴിഞ്ഞ ജൂൺ 23 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ആദ്യം നമുക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് വരാം. വിക്കിലീക്സിൻ്റെ സ്ഥാപകനായിട്ടുള്ള ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായത് ഈ ആഴ്ചയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരാം. 2006 ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ജൂലിയൻ അസാഞ്ച് വിക്കിലീക്സിന് തുടക്കം കുറിക്കുന്നത്. ഒരു നവമാധ്യമ സ്ഥാപനമായിട്ടുള്ള ഈ വിക്കിലീക്സ് 2010 വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. US പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന ചെൽസി മാനിങ് നൽകിയ രേഖകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ യുദ്ധ കുറ്റങ്ങളെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള രേഖകളാണ് വിക്കിലീക്സ് പുറത്തുവിട്ടത്. ഏകദേശം 5 ലക്ഷത്തോളം രേഖകളുണ്ടായിരുന്നു. ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും അമേരിക്ക എസ്പിയോണേജ് ആക്ടിനെ അടിസ്ഥാനമാക്കി രാജ്യത്തിൻ്റെ സുരക്ഷയെ അപകടപ്പെടുത്തിയെന്ന് ആരോപിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ ഗുരുതര കുറ്റം ചുമത്തുകയുണ്ടായി. ഈ സമയം അദ്ദേഹം സ്വീഡനിൽ അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണ പരാതിയും ആ സമയത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ബ്രിട്ടനിലേക്ക് കടക്കുകയും ബ്രിട്ടനിലെ ഇക്വഡോർ എംബസിയിൽ അദ്ദേഹം അഭയം തേടുകയും ചെയ്തു. അങ്ങനെ 2012 മുതൽ 2019 വരെ ഉള്ള 7 വർഷം അദ്ദേഹം ബ്രിട്ടനിൽ ഇക്വഡോർ എംബസിയിൽ ഒരു ചെറിയ മുറിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് ഈ നീണ്ട കാലയളവിൽ. എന്നാൽ പിന്നീട് 2019 ഇക്വഡോർ സർക്കാരുമായിട്ടുള്ള ബന്ധം വഷളാവുകയും അദ്ദേഹത്തിന് എംബസിയിൽ നിന്നും വെളിയിലേക്ക് വരേണ്ടി വരികയും ചെയ്തു. അപ്പോഴത്തേക്കും ബ്രിട്ടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ബ്രിട്ടനിലെ അതീവ സുരക്ഷയുള്ള ബെൽമാർഷ് ജയിലിൽ അദ്ദേഹത്തിനെ പാർപ്പിക്കുകയും ചെയ്തു. ഇതേ സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ കഴമ്പില്ലെന്ന് കണ്ട് സ്വീഡൻ അത് ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് അമേരിക്ക അദ്ദേഹത്തിനെ അങ്ങോട്ട് എക്സ്ട്രാഡിറ്റ് ചെയ്യുന്നതിനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിൽ ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയിൽ അതിൻ്റെ വ്യവഹാരം പലവട്ടം നീണ്ടുപോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെയാണ് ഈ ആഴ്ച വളരെ നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അരങ്ങേറിയത്. പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം കുറ്റസമ്മതം അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തുക, പിന്നീട് അദ്ദേഹത്തിന് സ്വതന്ത്രനാക്കി വിടാമെന്നതായിരുന്നു കരാർ. അതനുസരിച്ച് അദ്ദേഹം അമേരിക്കയുടെ ഒരു പ്രവിശ്യയായിട്ടുള്ള നോർത്ത് മരിയാന ഐലൻഡിൽ അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സാപ്പീനിലെത്തുകയും ഇതൊരു അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് അല്ല, അമേരിക്കയുടെ ഒരു ഗുവാം പോലെ പ്യൂട്ടോറിക്ക പോലെ അമേരിക്കയുടെ ഒരു പ്രൊവിൻസാണ്, ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള പ്രദേശമാണ്. എന്നാൽ അമേരിക്കയുടെ ഭാഗമാണ് താനും. ഇത് ഓസ്ട്രേലിയയോട് വളരെ അടുത്താണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ ഈ വിചാരണ അരങ്ങേറണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഈ വിചാരണ നടക്കുകയും അതിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയും അദ്ദേഹത്തിന് 5 വർഷത്തെ തടവാണ് വിധിച്ചത്. എന്നാൽ ഈ 2019 മുതൽ 24 വരെ ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം ബ്രിട്ടനിലെ ജയിലിൽ തടവിലായിരുന്നതിനാൽ ആ ശിക്ഷ കാലാവധി ഓട്ടോമാറ്റിക്കായിട്ട് തീർന്നു പോവുകയും അദ്ദേഹം 26-ാം തീയതി തന്നെ അദ്ദേഹം സ്വന്തം ജന്മദേശമായിട്ടുള്ള ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തുകയും ഉണ്ടായി. അങ്ങനെ മാധ്യമ പ്രവർത്തനത്തിൽ ഒരു പുതിയ ഇതിഹാസം രചിച്ച ജൂലിയൻ അസാഞ്ച് അദ്ദേഹത്തിന് ഏകദേശം 14 വർഷത്തോളം നീണ്ട പീഡന പർവ്വത്തിന് ശേഷമാണ് മോചിതനായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ സർക്കാർ ഇതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്കാണ് വഹിച്ചത്. 2022 ഓസ്ട്രേലിയയിലെ ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലെത്തുകയും ലേബർ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണീസെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് അസാഞ്ചയുടെ കാര്യത്തിലെടുത്തത്. ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള അസാഞ്ചയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്കയുമായിട്ട് പല രീതിയിലുള്ള ചർച്ചകളും അദ്ദേഹം നടത്തിയിരുന്നു. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിലേക്ക്, പ്രത്യേകിച്ച് ഏഷ്യ പസഫിക്കിൽ, ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ഒരു പുതിയ കോൾഡ് വാർ അറീനയുണ്ടല്ലോ, അങ്ങോട്ട് ഓസ്ട്രേലിയയുടെ ഒരു കടന്നുവരവാണ്. പ്രത്യേകിച്ച് 2022 നമുക്കറിയാം ഓക്കസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം പ്രത്യേകിച്ച് ചൈനയെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിതമാകുകയും ബ്രിട്ടനും ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയുമാണ് ഇതിൽ അംഗങ്ങൾ. അങ്ങനെ ഓസ്ട്രേലിയക്ക് ന്യൂക്ലിയർ ശക്തിയുള്ള സബ്മറീൻ കപ്പലുകൾ അമേരിക്കയും ബ്രിട്ടനും നൽകാമെന്ന് കരാറിലാകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഓസ്ട്രേലിയയും
അമേരിക്കയുമായിട്ട് ഈ ഇൻഡോ പസഫിക്കിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ജൂലിയൻ അസാഞ്ചെ അവസാനം അദ്ദേഹത്തിന് ഈ ഒരു പീഡന പ്രവാദത്തിൽ നിന്ന് മോചനം നൽകുവാനായിട്ട് അമേരിക്ക തയ്യാറായത്. പക്ഷേ ഇത് വളരെ കാതലായിട്ടുള്ള പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും വാദോരാതെ സംസാരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ജൂലിയൻ അസാഞ്ചെയുടെ കാര്യത്തിൽ വന്നപ്പോൾ അവരിങ്ങനെയൊരു കടുംപിടുത്തം ചെയ്തത്? ഇപ്പോൾ അമേരിക്ക നടത്തിയ വളരെ ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് പലപ്പോഴും അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും മനുഷ്യാവകാശത്തിന് മേലുള്ള ഇരട്ടത്താപ്പ്, പ്രത്യേകിച്ച് ഫ്രീ സ്പീച്ച്, മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം EU ഇലക്ഷൻ, യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇലക്ഷൻ. സത്യത്തിൽ അത് നടന്നത് ജൂൺ 6 മുതൽ ജൂൺ 9 വരെയുള്ള കാലയളവിലാണ്. പക്ഷേ പ്രധാനപ്പെട്ട പൊസിഷനിലേക്കുള്ള ആളുകളെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ലോ മേക്കേഴ്സ് തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഉർസുല വോൺ ഡെർ ലയൻ, നമുക്കറിയാം, കഴിഞ്ഞ തവണയും അവരായിരുന്നു EUവിൻ്റെ കമ്മീഷൻ പ്രസിഡന്റ്. അവർ വീണ്ടും ഒരിക്കൽ കൂടി യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പൊസിഷനായിട്ടുള്ള EU കമ്മീഷൻ്റെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പുള്ളിക്കാരത്തി EPP എന്ന് പറയുന്നത് യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി എന്ന പ്രത്യേകിച്ച് യൂറോപ്യൻ റൈറ്റ് വിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അത് യൂറോപ്പിലെ പല 27 അംഗങ്ങളുള്ള യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലെയും വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് EPP. ഒരു ബ്ലോക്കാണെന്ന് നമുക്കറിയാം, യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി. അപ്പോൾ അവർക്കാണ് ഇതിൽ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ 720 സീറ്റുകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ജയിച്ചത് EPP ആണ്. അതുപോലെ തന്നെ EUവിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് EU കൗൺസിൽ പ്രസിഡന്റ്. അത് മുൻ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ കോസ്റ്റ. അദ്ദേഹത്തിന് ഇന്ത്യൻ വേരുകളുള്ള ഒരാളാണ്. ഇപ്പോൾ ഗോവയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് പോർച്ചുഗൽ പൗരനാകുകയും പോർച്ചുഗീസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് 8 വർഷത്തോളം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പദവി രാജിവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്, EUവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരികയാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന EUവിലെ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ്. അതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് എത്തിയത് അത് EUവിൻ്റെ ടോപ്പ് ഡിപ്ലോമാറ്റ് എന്ന പൊസിഷനാണ്. അത് എസ്തോണിയയുടെ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള കജ കല്ലാസ് ആണ് ഈ പൊസിഷനിലേക്ക് എത്തിയത്. എസ്തോണിയയിൽ നിന്ന് മാത്രമല്ല, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്ത് നിന്നും ആദ്യമായിട്ടൊരാണ് ഒരാൾ EUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ EUവിൻ്റെ ടോപ്പ് ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ നമുക്കറിയാം, ഇന്ന് ലോകത്തരങ്ങേറുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, യുക്രൈൻ റഷ്യ യുദ്ധം. ഈ യുദ്ധത്തിൽ കജ കല്ലാസ് പലപ്പോഴും കടുത്ത റഷ്യൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ആളാണ്. അപ്പം എസ്തോണിയൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ റഷ്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് കജ കല്ലാസ്. അതിൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും റഷ്യയുടെ നോട്ടപ്പുള്ളിയാവുകയും ചെയ്തു കജ കല്ലാസ്. അപ്പം കജ കല്ലാസ് ഇനി എടുക്കുന്ന യുക്രൈൻ നൽകുന്ന ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ ഉള്ളിൽ വ്യോമാക്രമണം നടത്താൻ വേണ്ടി യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ അനുവാദം, അമേരിക്കയുടെ ഒക്കെ അനുവാദമൊക്കെ ചോദിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, അതുപോലെ തന്നെ പുതിയ ആയുധങ്ങൾക്ക് വേണ്ടി യുക്രൈൻ പലപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കജ കല്ലാസിൻ്റെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണ്. കജ കല്ലാസ് EU ലിബറൽസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സെൻട്രിസ്റ്റ് ഫോർമേഷൻ്റെ പ്രതിനിധിയാണ്. അവർക്ക് ഈ ഇലക്ഷനിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ഈ ഇലക്ഷനിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ശരിക്കും ഫാർ റൈറ്റ് പാർട്ടികളാണ്, തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളാണ്. അത് പ്രത്യേകിച്ച് ECR, യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമിസ്റ്റ് എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോണിയുടെ പാർട്ടിയാണ് അഭൂതപൂർവമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന പാർട്ടി, AFD അടക്കമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾ അംഗമായിട്ടുള്ള ഐഡൻറ്റിറ്റി ആൻഡ് ഡെമോക്രസിയും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുകയുണ്ടായി. അപ്പം യൂറോപ്പിൻ്റെ പൊതുവെ ഒരു വലതുപക്ഷത്തേക്കുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണുന്ന വലതുപക്ഷത്തേക്കുള്ള ഒരു തീവ്ര വലതുപക്ഷത്തേക്കുള്ള ആ ഒരു യാത്രയുടെ ആ ഒരു പ്രതിധ്വനി നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ വരുന്ന കാലയളവിൽ യൂറോപ്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ ആഴ്ച ഇറങ്ങിയത് ബൊളീവിയയിൽ നടന്ന പട്ടാള അട്ടിമറി ശ്രമമാണ്. അത് വളരെ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു.
നമുക്കറിയാം ബൊളീവിയൻ പ്രസിഡന്റ് ലൂയിസ് ആർസെ, അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്ത കാലയളവിൽ നേരിടുകയുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള അസ്ഥിരതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള മാസ് പാർട്ടി അതിനകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവാ മൊറാലസ് മാസ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു. 2019 അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. ലൂയിസ് ആർസെ പ്രസിഡന്റ് ആയതിനു ശേഷം. പക്ഷേ പിന്നീട് ഈ രണ്ട് പ്രസിഡൻ്റായിട്ടുള്ള ലൂയിസ് ആർസെയും മാസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഇവാ മൊറാലസും തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഈ പട്ടാള അട്ടിമറി ശ്രമം നടക്കുന്നത്. ബൊളീവിയയുടെ കമാൻഡർ ജനറലായിട്ടുള്ള ജനറൽ സുനീഗയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പട്ടാള അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു പോയി. ഈ ശ്രമം നടത്തിയ കമാൻഡർ ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ചിത്രം ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. നമുക്ക് കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കമാൻഡർ പറഞ്ഞത് പ്രസിഡൻ്റായിട്ടുള്ള ലൂയിസ് ആർസെ പറഞ്ഞിട്ടാണ് താനിത് നടത്തിയതെന്നും പ്രസിഡന്റിൻ്റെ ആ ഒരു ഇമേജ് മെച്ചപ്പെടുത്താനുള്ള ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രസിഡന്റിന് ഇമേജ് മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ട് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണ് ഇത് നടത്തിയതെന്നാണ് ഈ കമാൻഡർ പറയുന്നത്. എന്നാൽ പ്രസിഡന്റ് ഇതിനെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ വരുന്നത് നമുക്ക് കാണാം. നമ്മൾ പലപ്പോഴും വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഒരുപാട് പട്ടാള അട്ടിമറി ശ്രമങ്ങൾ, വിജയിച്ച പട്ടാള അട്ടിമറി ശ്രമങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പട്ടാള അട്ടിമറി ശ്രമങ്ങളുടെയും പട്ടാള ഭരണത്തിൻ്റെയും നീണ്ട ചരിത്രമുള്ള ലാറ്റിൻ അമേരിക്കയിലേക്കും അത് തിരിച്ചു വരികയാണോ, അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ പട്ടാള അട്ടിമറി ശ്രമം പരാജയപ്പെട്ടത് നമുക്ക് ഏവർക്കും വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാറ്റോയുടെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സഹകരണ പ്രസ്ഥാനമാണ് നാറ്റോ. പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് പ്രതിരോധ സംവിധാനം. ശീതയുദ്ധത്തിൻ്റെ കാലയളവിൽ സോവിയറ്റ് യൂണിയനെതിരെ രൂപം കൊണ്ട നാറ്റോ ഇന്നും അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്ന മുൻ നോർവേയുടെ വിദേശകാര്യമന്ത്രിയായിരുന്നു ഇത്രയും വളരെ നാളുകളായിട്ട് നാറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ട് സേവനം അനുഷ്ഠിച്ചത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നിലവിലെ നെതർലൻഡ്സ് പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് റുട്ടെ എത്തുകയാണ്. 32 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നാറ്റോ. 1949 ഇത് രൂപവത്കരിക്കുന്നത്. ബ്രസൽസാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പം നമുക്കറിയാം റഷ്യ യുക്രൈൻ വാറിലൊക്കെ നാറ്റോയുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഈ നിലവിൽ ഇപ്പോൾ റഷ്യ സ്വല്പം ഒരു മുന്നേറ്റം പലപ്പോഴും ഈ യുദ്ധമേഖലകളിൽ നടത്തുന്നുണ്ട്. അപ്പം യുക്രൈൻ അല്പം പ്രതിരോധത്തിലാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാറ്റോയുടെ സഹായം യുക്രൈനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആയുധ ശേഖരണത്തിലും അതുപോലെ തന്നെ പരിശീലനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം. അതിനിടെ 1 മാസം മുമ്പ് ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ നാറ്റോയുടെ സൈന്യം യുക്രൈനിലെത്തി ഈ യുദ്ധത്തിൽ പങ്കുചേരണമെന്നും ഒക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇപ്പം മറ്റു പല പ്രത്യേകിച്ച് എസ്തോണിയയുടെ ഇപ്പം നിലവിലത്തെ ൻ്റെ ടോപ്പ് ഡിപ്ലോമായിട്ടുള്ള കജാ കല്ലാസും ഇത്തരമൊരു അഭിപ്രായം പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ഒരു അവസരത്തിലൊക്കെ ഇപ്പം മാർക്ക് റുട്ടെ അദ്ദേഹം കുറച്ചുകൂടെ വളരെ ഒരു എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇത്തിരി ഒരു നമുക്ക് ഈ ഡിപ്ലോമസിയുടെ കാര്യത്തിൽ അല്പം മിതത്വം പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കാണാം. പക്ഷേ ഇതെങ്ങനെ ജെൻസ് സ്റ്റോൾട്ടൻബർഗിനെ പോലെ അത്ര കടുത്ത നിലപാടുള്ള ഒരാളല്ല അദ്ദേഹം. ഇതെങ്ങനെ ഇനി അദ്ദേഹം അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത മാസമാണ് അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുക്കുക. അതിനുശേഷം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് ദേശീയ തലത്തിലുള്ള സംഭവവികാസങ്ങളിലേക്ക് വരാം. നമുക്കറിയാം നമ്മുടെ 18ാം ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം 24-ാം തീയതിയാണ് തുടക്കം കുറിച്ചത്. നമുക്കറിയാം ഇലക്ഷൻ്റെ റിസൾട്ടുമെല്ലാം നമ്മൾ ജൂൺ ആദ്യവാരം കണ്ടു. വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമാണ് ഈ തവണ സഭയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആദ്യ സൂചനകൾ നമ്മൾ ഈ ആദ്യ സമ്മേളനത്തിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം വളരെ വർഷങ്ങൾക്ക് ശേഷം സ്പീക്കർ സ്ഥാനത്തേക്കൊക്കെ ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷാണ് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ ഓം ബിർള വീണ്ടും തുടർച്ചയായിട്ടുള്ള 2ാമത്തെ തവണയും ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നിട്ടുള്ള കോട്ട മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്.
ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കറാണ്. അപ്പോൾ പലപ്പോഴും പല മത്സര പരീക്ഷകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1952 GV മാവലങ്കർ അദ്ദേഹവും ഒരു മത്സരത്തിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് 3 തവണ മാത്രമാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നിട്ടുള്ളത്. 52-ലും പിന്നീട് 67-ലും 76-ലും ഇങ്ങനെ 3 തവണയാണ് മത്സരം നടന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഭരണപക്ഷത്തിനാണ് ഇത് കിട്ടുന്നത്. അതൊരു സമന്വയത്തിലൂടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉണ്ട്. അപ്പം ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ ഈ കുറി BJP വിസമ്മതിക്കുകയുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഒരു മത്സരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഓർക്കേണ്ട കാര്യം പ്രോടൈം സ്പീക്കർ. ഈ തവണ പ്രോടൈം സ്പീക്കറായിട്ട് ഭർത്തൃഹരി മെഹ്താബാണ്. ഒഡീഷയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ഭർത്തൃഹരി മെഹ്താബായിരുന്നു ഈ തവണ പ്രോടൈം സ്പീക്കറായിട്ട്. പ്രോടൈം സ്പീക്കറുടെ ജോലി പ്രത്യേകിച്ച് ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുക എന്നുള്ളതാണ്. ഭർത്തൃഹരി മെഹ്താബാണ് ഈ തവണ പ്രോടൈം സ്പീക്കറായിട്ട് BJPയിൽ നിന്നുള്ള അംഗമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ കാലം സഭയിലുണ്ടായിരുന്ന പ്രതിനിധിയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷനായിരുന്നു ഇത് അർഹിച്ചിരുന്നത്. പക്ഷേ BJP അതിന് വഴങ്ങിയില്ല. ഇതിനെ തുടർന്നും കുറച്ച് സംഘർഷങ്ങൾ സഭയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം ലോക്സഭയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് സ്ഥാനമേറ്റു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജിയെ തിരഞ്ഞെടുക്കുന്ന, CBI യുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന, ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന, അങ്ങനെ പ്രധാനപ്പെട്ട പാനലുകളിലെല്ലാം അംഗമാണ് പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്കടക്കമുള്ള മന്ത്രിയുടെ പദവിയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം പ്രതിപക്ഷ നേതാവിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം രാം സുഭക് സിംഗ് ആണ്. സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാം സുഭക് സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. 1969 മന്ത്രിസഭയിലായിരുന്നു. ഈ ആഴ്ച നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്നുള്ള ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനമാണ്. ജൂൺ 19 ഷെയ്ഖ് ഹസീന ഇവിടെ എത്തുന്നു. 24-24 തീയതി വരെ അവരുടെ സന്ദർശനം തുടരുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ ഈ കാലയളവിൽ ഒപ്പുവെക്കുകയും ഒരുപാട് നയതന്ത്രപരവും സാമ്പത്തികപരവും പ്രതിരോധപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സെപ്പായുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് ചർച്ചകൾ ഈ അവസരത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ടീസ്ത നദിയിലെ ജലം പങ്കുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം ഒരുപാട് നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ഇന്ത്യയുടെ ഒരു ടെക്നിക്കൽ ടീം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലേക്ക് എത്തുമെന്ന ധാരണയായി. അതുപോലെ തന്നെ ഇന്ത്യക്കൊരു അസിസ്റ്റൻറ്റ് ഹൈക്കമ്മീഷണർ ഓഫീസ് ബംഗ്ലാദേശിലെ രംഗ്പൂരിൽ 4 ഓഫീസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇതൊരു 5ാമത്തെ ഓഫീസാണ് അസിസ്റ്റൻറ്റ് ഹൈക്കമ്മീഷണർ ഓഫീസ്. ഇതൊരു കൗൺസിലേറ്റിനും അതുപോലെ തന്നെ അംബാസിഡർഷിപ്പിനും ഇടയിലുള്ള ഒരു പദവിയാണ് അസിസ്റ്റൻറ്റ് ഹൈക്കമ്മീഷണർ ഓഫീസ്. അപ്പോൾ ഇത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വളരെ ശക്തവും സുഗമവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ സൂചനയാണത്. അതുപോലെ തന്നെ നമുക്കറിയാം വ്യാപാര കാര്യത്തിലൊക്കെ ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ വളരെ പ്രാധാന്യമാണ് ഈ ബന്ധത്തിനുള്ളത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടലെടുത്ത് വരുന്ന ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു തലത്തിലും വേണം ഇതിനെ നമുക്ക് വിലയിരുത്താനായിട്ട്. നമുക്കറിയാം ചൈന ബംഗ്ലാദേശിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇന്ത്യയെ ലക്ഷ്യമിട്ട് പ്രതിരോധപരവുമായിട്ടുള്ള അതുപോലെ തന്നെ വ്യാപാരപരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞൊരു 2-3 വർഷങ്ങളിലായിട്ട് ചൈന ബംഗ്ലാദേശുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു നിലപാടും കൂടി ഇന്ത്യയുടെ ഇത്തരം നടപടികളിലുണ്ട്. അപ്പം ഇതെല്ലാം ആ ഒരു ഭൗമരാഷ്ട്രപരമായിട്ടുള്ളൊരു സംഘർഷത്തിൻ്റെ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടി ഇതിനെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ഇന്ത്യക്കൊരു പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം അദ്ദേഹം സ്ഥാനമേറ്റെടുക്കും. ഇപ്പോൾ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിനയ് കുമാർ ഖത്ര അദ്ദേഹം ഈ മാസം അവസാനം വിരമിക്കുകയാണ്. അപ്പോൾ നിലവിൽ വിക്രം മിസ്രി ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് അജിത് ഡോവലിൻ്റെ കീഴിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ നിലവിലത്തെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിനയ് കുമാർ ഖത്രയെ പോലെ ഒരു ചൈന വിദഗ്ധനാണ്. അതുപോലെ തന്നെ മ്യാൻമറിലൊക്കെ വളരെ നാളുകളോളം ഇദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡറായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള 2 ഫോറിൻ സെക്രട്ടറിമാർ പ്രത്യേകിച്ച് ചൈന വിദഗ്ധരാവുന്നത്, രണ്ടുപേരിലും മൻഡാരിൻ ഭാഷയും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഭൗമരാഷ്ട്ര തലത്തിൽ വികസിച്ചു വരുന്ന ഒരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വേണം നമ്മൾ ഈ ഒരു നിയമനത്തെയും നിരീക്ഷിക്കുവാനായിട്ട്. ഇനി നമുക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാം. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്സ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാഹിത്യ നഗര പദവി ലഭിക്കുന്നത്. ലോകത്തിൽ ഇതുവരെ 53 രാജ്യങ്ങൾക്കാണ് സാഹിത്യ നഗര പദവി ലഭിച്ചിട്ടുള്ളത്. മാഞ്ചസ്റ്റർ, മെൽബൺ, പ്രാഗ് മുതലായ അത്തരം വിഖ്യാതമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ കോഴിക്കോടും ഇടം പിടിച്ചിരിക്കുകയാണ്. സാഹിത്യം കൂടാതെ സംഗീതം, കല, വാസ്തുവിദ്യ, സിനിമ എന്നീ മേഖലകളിലും അതുല്യമായിട്ടുള്ള പാരമ്പര്യമുള്ള ഇത്തരം മേഖലകളിൽ മികവ് തെളിയിച്ച നഗരങ്ങൾക്കും ഇത്തരം പദവികൾ യുനെസ്കോ നൽകാറുണ്ട്. ഈ തവണ ഗ്വാളിയോറിന് ഇന്ത്യയിൽ നിന്നും സംഗീതത്തിനുള്ള പദവി ലഭിച്ചു. സംഗീത നഗരം എന്ന പദവി ഗ്വാളിയോറിന് ഈ തവണ ലഭിച്ചു. മുമ്പ് ഇന്ത്യയിൽ നിന്നും ചെന്നൈ, വാരണാസി എന്നീ നഗരങ്ങൾക്ക് മാത്രമാണ് സംഗീത നഗര പദവി ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, കേരള സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുവാനായിട്ടുള്ള ഒരു ബിൽ കേരള നിയമസഭയിൽ സംയുക്തമായിട്ട് ഈ കഴിഞ്ഞയാഴ്ച പാസ്സാക്കുകയുണ്ടായി. ഭരണഘടനയിലും സംസ്ഥാന സർക്കാരിൻ്റെ രേഖകളിലുമെല്ലാം കേരള എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഇത് കേരളം എന്ന് മാറ്റണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത്. ഇതിനു മുമ്പ് 2023 ഓഗസ്റ്റ് 9 ഇത്തരമൊരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. അന്ന് ഭരണഘടനയുടെ 1ാമത്തെ ഷെഡ്യൂളിലും 8ാമത്തെ ഷെഡ്യൂളിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത്. ഭരണഘടനയുടെ 1ാമത്തെ ഷെഡ്യൂള് സംസ്ഥാനങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതും 8ാമത്തെ ഷെഡ്യൂള് ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ടു ഉള്ളതാണ്. എന്നാൽ ഈ ബില്ല് 2023 ഈ ബില്ല് അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. അതിനുള്ള കാരണം ഇതിൽ 8ാമത്തെ ഷെഡ്യൂൾ പരാമർശിക്കേണ്ട കാര്യമില്ലായിരുന്നു. 1ാമത്തെ ഷെഡ്യൂളിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1ാമത്തെ ഷെഡ്യൂളിൽ മാത്രം മാറ്റം വരുത്തണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് പുതിയ ബില്ല് കേരള സർക്കാർ പാസ്സാക്കിയത്. അതുപോലെ തന്നെ ലോക കായിക വേദിയിൽ അവിസ്മരണീയമായിട്ടുള്ളൊരു സംഭവം ഈ കഴിഞ്ഞ ആഴ്ച നമുക്കെല്ലാവർക്കും അറിയാം. 29-ാം തീയതി നടന്ന 2020 ലോകകപ്പിൻ്റെ ഫൈനലിൽ, അത്യാവേശകരമായിട്ടുള്ള ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ 7 റണ്ണിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ 2ാം തവണ 2020 ലോകകപ്പ് ഉയർത്തുകയുണ്ടായി. ഇനി വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു അത്. വിജയം അങ്ങോട്ടും ഇങ്ങോട്ടും തുലാസിൽ നിന്നതുപോലെ ആടിക്കളിച്ച് അവസാനം ഇന്ത്യ വളരെ വീരോചിതമായിട്ടുള്ള പോരാട്ടത്തിലൂടെ, പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ ബുംറയുടെയും അർഷദീപിൻ്റെയും പാണ്ഡ്യയുടെയും ഒക്കെ അതുല്യമായ പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ വിജയം പിടിയിലൊതുക്കിയത്. നമുക്കറിയാം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട 3 ICC ടൂർണമെൻറ്റുകളുടെ ഫൈനലിൽ ഇന്ത്യ എത്തുകയുണ്ടായി. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ 2023 അതുപോലെ ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും 2023 എത്തുകയും 2ലും ഓസ്ട്രേലിയയോട് പരാജയപ്പെടാനായിരുന്നു ഇന്ത്യയുടെ വിധി. എന്നാൽ 3ാം തവണ ഭാഗ്യം ഇന്ത്യയെ കടാക്ഷിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ബോളർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ബോളർ എന്ന നിലയിൽ ഇനി ഭാവിയിൽ വിലയിരുത്തപ്പെടാൻ പോകുന്ന താരമായിരിക്കും ബുംറ. 15 വിക്കറ്റുകളാണ് ബുംറ ഈ 2020 ലോകകപ്പിൽ എടുത്തത്. അതും 4.17 അദ്ദേഹത്തിൻ്റെ എക്കോണമി. അങ്ങനെ അതുല്യമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു. പല കമൻറ്റേറ്റർമാരും അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിനെ വിശേഷിപ്പിച്ചത് അൺപ്ലേയബിൾ എന്നുള്ളതാണ്. ഈ ലോകകപ്പ് ഇന്ത്യ നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജസ്പ്രീത് ബുംറയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഫൈനലിലെ താരമായിട്ട് മാറിയത് വിരാട് കോഹ്ലിയാണ്. ഈ ഫൈനൽ വരെ അദ്ദേഹം പലപ്പോഴും ഫോം കണ്ടെത്തുവാനായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാൽ ഫൈനലിൽ പവർ പ്ലേയിൽ പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ പെട്ടെന്ന് പോയിട്ടും അവിടെ നങ്കൂരമിട്ട് ഒരു കപ്പിത്താനെ പോലെ അവിടെ നിലയുറച്ച് ഇന്നിങ്സിനെ മുന്നോട്ട് നയിച്ചത് വിരാട് കോഹ്ലിയാണ്.
അദ്ദേഹം 59 ബോളുകളിൽ അദ്ദേഹം നേടിയിട്ടുള്ള 76 റണ്ണാണ് ഇതിൽ ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ നെടും തൂണായിട്ട് മാറിയത്. അതുപോലെ തന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അഫ്ഗാനിസ്ഥാൻ്റെ റഹ്മാനുള്ള ഗുർബാസാണ്. അദ്ദേഹം 281 റണ്ണ് നേടി. രണ്ടാമത്തെ സ്ഥാനത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്, 257 റൺസ് നേടി. എന്നാൽ രോഹിത് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് 187 ആണ്. അത് നമുക്ക് അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഇന്നിങ്സാണ്, പ്രത്യേകിച്ച് സെമി ഫൈനലിലും അതിനു മുമ്പ് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള സൂപ്പർ 8 മത്സരത്തിലും അദ്ദേഹം കളിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഈ തവണ ലഭിച്ചത് അഫ്ഗാനിസ്ഥാൻ്റെ ഫസലുള്ള ഫറൂഖിക്കും അതുപോലെ ഇന്ത്യയുടെ അർഷദീപ് സിംഗിനുമാണ്. രണ്ടുപേരും 17 റൺ വീതമെടുത്തു. അതുപോലെ തന്നെ ലോകകപ്പിന് ശേഷം തങ്ങൾ 2020 ഫോർമാറ്റിൽ നിന്നും വിരമിക്കുകയാണ്, അന്താരാഷ്ട്ര തലത്തിലെ 2020 ഫോർമാറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരുമാണ് അന്താരാഷ്ട്ര 2020 റൺസ് ചാർട്ടിലും ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത്. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ്, 2-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയുമാണ്. അപ്പോൾ അങ്ങനെ ഐതിഹാസികമായിട്ടുള്ള 2 കരിയറുകൾക്ക് അന്താരാഷ്ട്ര 2020 തലത്തിൽ പരിസമാപ്തിയായിരിക്കുകയാണ്. അതൊരു ശുഭകരമായ രീതിയിൽ ഇങ്ങനെ കിരീടം ഉയർത്തിക്കൊണ്ട് രോഹിത് ശർമ്മ നായകനായിട്ട്, വിരാട് കോഹ്ലി ഫൈനലിലെ തൻ്റെ അതുല്യമായ പ്രകടനത്തിലൂടെ പ്ലെയർ ഓഫ് ദ മാച്ച് നേടിക്കൊണ്ട് അങ്ങനെ ഏറ്റവും മികച്ച ഒരു വിടവാങ്ങലാണ് ഈ 2 ഇന്ത്യൻ ലെജൻഡുകൾക്ക് ലഭിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും അതുപോലെ കായിക തലത്തിലും എല്ലാം കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. നന്ദി.